പ്രായമായ കത്തോലിക്ക വൈദികർക്കുള്ള റിട്ടയർമെന്റ് ഫണ്ട് കണ്ടുകെട്ടി ഭരണകൂട ഭീകരത. ക്രൈസ്തവർക്കെതിരെ നിർബാധം പീഡനങ്ങൾ തുടരുന്ന നിക്കരാഗോയിലാണ് സർക്കാരിന്റെ കണ്ണിൽ ചോരയില്ലാത്ത ഈ നടപടി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 19 സർക്കാർ നിയമപരമായ പദവി റദ്ദാക്കിയ 1500 സർക്കാരിതര സംഘടനകളിൽ ഒന്നാണ് വൈദികരുടെ സംഘടനയ്ക്കുള്ള ഇൻഷുറൻസ് ഫണ്ട്. ഈ നടപടിയിലൂടെ കത്തോലിക്ക വൈദികർക്ക് അവർ വർഷം തോറും അടയ്ക്കുന്ന ഇൻഷുറൻസ് ഫണ്ടിന്റെ ആനുകൂല്യങ്ങൾ ഇനി മുതൽ ലഭിക്കുകയില്ല. പ്രതിവർഷം $300 വീതം വൈദികരിൽ നിന്ന് ഈടാക്കിയാണ് പ്രസ്തുത ഫണ്ട് നൽകി വന്നിരുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് നിക്കരാഗ്വൻ ബിഷപ്സ് കോൺഫറൻസ് രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് ദേശീയ വൈദിക ഇൻഷുറൻസ് ഫണ്ട്. ഇതൊരു റിട്ടയർമെന്റ് ഫണ്ട് എന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇടവകകളിൽ നിന്ന് ശേഖരിക്കുന്നതിന് പുറമെ വൈദികർ, സഭാസ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ഇതിലേക്ക് ഫണ്ട് സ്വീകരിക്കുന്നുണ്ട്. 35 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വൈദികർക്ക് പ്രതിമാസം $300, 65 മുതൽ 74 വയസ്സുവരെ പ്രായമുള്ള വൈദികർക്ക് $150 പെൻഷൻ അനുവദിച്ചിരുന്നത്. എന്നാൽ ഇത് മരവിപ്പിച്ചതോടെ ഇത്തരത്തിൽ അടച്ച പണം ഉൾപ്പെടെ സർക്കാർ ഖജനാവിലേക്ക് പോകും. വിരമിച്ച വൈദികർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് രാജ്യത്തെ സഭാ നേതൃത്വം. അതേസമയം 2018 മുതൽ കത്തോലിക്ക സഭയ്ക്കെതിരെ രാജ്യത്ത് 870-ലധികം ആക്രമണങ്ങൾ നടന്നതായി അഭിഭാഷകയും ഗവേഷകയുമായ മാർത്ത പെട്രീഷ്യ മൊലിന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കഴിഞ്ഞ മാസം നടക്കേണ്ടിയിരുന്ന വൈദികരുടെ തിരുപ്പട്ട സ്വീകരണം സർക്കാർ ഇടപെട്ട് റദ്ദ് ചെയ്തിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 13ഓളം വൈദികരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തിയ സംഭവവും ഇവിടെയുണ്ടായി.